Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് Redmi Note 12 സീരീസിലെ ഏറ്റവും വിലക്കുറഞ്ഞ ഡിവൈസാണ്. നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി Redmi Note 12 Pro Plus 5G അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 29,999 ആണ്. അത് കഴിഞ്ഞ് നമ്മൾ Redmi Note 12 Pro 5Gൻ്റെ അൺബോക്സിംഗ് ചെയ്തായിരുന്നു. അത് 24,999 ആണ്. ഇതാണ് ഏറ്റവും വില കുറഞ്ഞ വേരിയൻ്റ് ഈ മൂന്ന് ഡിവൈസിൽ Redmi Note 12 5G. അപ്പോൾ ഇതിനകത്തും വരുന്നത് 5G സപ്പോർട്ടാണ്, നമുക്ക് ഓൾറെഡി കാണാം. പിന്നെ ഇതിനകത്ത് വരുന്നത് Snapdragon 4 Gen 1 ചിപ്പാണ് വരുന്നത്. ഒരു അപ്ഗ്രേഡ് ഉണ്ട് കഴിഞ്ഞ വർഷത്തെ Redmi Note 12 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു അപ്ഗ്രേഡ് ഉണ്ട്. ബാക്കി എന്തൊക്കെ സ്പെക്സ്, ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 17,999 ആണ്. 4GB റാം 128GB സ്റ്റോറേജും അതേപോലെ 19,999 6GB റാമും 128GB സ്റ്റോറേജ്. 3 കളറിലാണ് അവൈലബിൾ ആവുന്നത്: ഫ്രോസ്റ്റഡ് ഗ്രീൻ, മാറ്റ് ബ്ലാക്ക്, പിന്നെ അതേപോലെ മിസ്റ്റിക് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഞാൻ ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗ് ചെയ്യാം. അതിനു മുമ്പായിട്ട് ബാക്കിൽ സ്പെക്സ് എഴുതിയിട്ടുണ്ട്. Snapdragon 4 Gen 1 ചിപ്പ് എന്ന് എഴുതി കാണാം. 120Hz AMOLED ഡിസ്പ്ലേ ആണ്. ഗോറില്ല ഗ്ലാസ് സപ്പോർട്ട് ഉണ്ട്. 120Hz AMOLED ഡിസ്പ്ലേ ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. കഴിഞ്ഞ വർഷം 90Hz ആയിരുന്നു വന്നത്. അപ്പോൾ ഇത്തവണ അതൊരു അപ്ഗ്രേഡ് ഉണ്ട്, ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. 48 MP AI ട്രിപ്പിൾ ക്യാമറ, അൾട്രാവൈഡ് ആൻഡ് മാക്രോ ലെൻസ് ഉണ്ട്. 33W ചാർജിങ് സപ്പോർട്ടാണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും IP53 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഡ്യുവൽ 5G സിം കാർഡ് ഉണ്ട്. IR ബ്ലാസ്റ്റർ ഉണ്ട്. UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ റിവേഴ്സ് ചാർജിങ് ഉണ്ട്. 2GB വെർച്വൽ റാം സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. നമ്മൾ ഇൻഫാക്ട് നമ്മുടെ ഉള്ളത് മിസ്റ്റിക് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. 6GB റാമും 128GB സ്റ്റോറേജ്. ഗ്രീൻ അല്ല, സോറി, ബ്ലൂ ആണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അൺബോക്സിങ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു Redmi by Xiaomi എന്ന് പറഞ്ഞ ബോക്സാണ്. ഇതിനകത്ത് നമുക്ക് ടിപ്പിക്കലായി വരുന്ന സിം ഇജക്ടർ, പിന്നെ ഒരു TPU കേസാണ്. സ്റ്റാൻഡേർഡ് നമുക്ക് കിട്ടാവുന്ന TPU കേസാണ്. പിന്നെ നമുക്ക് മാനുവലാണ് വരുന്നത്. ഇതിനകത്ത് 2 സിം കാർഡ് സ്ലോട്ട് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിം കാർഡും SD കാർഡും ഇടുക. അതായത് ഹൈബ്രിഡ് സ്ലോട്ടാണ്. SAR വാല്യൂ 0.817, ബോഡി 0.658 ആണ് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസിലേക്ക് പോകാം. ഇതാണ് ഡിവൈസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അതാണ് ബ്ലൂ കളറാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ചാർജിങ് കേബിളാണ്. സ്റ്റാൻഡേർഡ് USB Type-C ചാർജിങ് കേബിളാണ്. പിന്നെ നമുക്ക് വരുന്നത് 33W അഡാപ്റ്ററാണ്. അതുകൊണ്ടില്ല 33W ചാർജിങ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ Redmi Note 12. അപ്പോൾ ഇവിടെ നമുക്ക് 48 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. Redmi 5G ഇതാണ്. ഇതൊരു പോളികാർബണേറ്റ് മെറ്റീരിയലാണ് എങ്കിൽ നല്ലൊരു ഫിനിഷ് ആയിട്ട് എനിക്ക് തോന്നി. സൈഡിൽ നമുക്ക് കിട്ടുന്നത് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വോളിയം കീസുമാണ്. പവർ ബട്ടനും ഫിംഗർ പ്രിൻറ്റ് സെൻസറും സെയിം ബട്ടണിലാണ് കൊടുത്തിരിക്കുന്നത്. IR ബ്ലാസ്റ്റർ കാണാം, 3.5mm ഓഡിയോ ജാക്ക് കാണാം, USB Type-C പോർട്ട് കാണാം, സ്പീക്കർ യൂണിറ്റ് കാണാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന നല്ല ഒരു സെറ്റപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു സ്ലിം ഡിവൈസാണ്. പിന്നെ ഇവിടെ നമുക്ക് സിം കാർഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. കാരണം വളരെ സ്ലിം ആയിട്ട് എനിക്ക് തോന്നി ഡിവൈസ്. നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. സൈഡിൽ കുറച്ചൊരു കർവേച്ചർ ഉണ്ടാവുണ്ട്. നല്ലൊരു ഗ്രിപ്പ് ഉണ്ട്. ഈ ക്യാമറ യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ്സിൽ ഗോറില്ല ഗ്ലാസ് സപ്പോർട്ട് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ബാക്ക് പ്ലാസ്റ്റിക് ആയ കാരണം ഗ്ലാസ് അല്ല, ഗോറില്ല ഗ്ലാസിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ താഴത്തെ ബെസൽസ് കുറച്ചധികം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടില്ലേ, കുറച്ചധികം ഉണ്ട്. സൈഡിൽ കുഴപ്പമില്ല. അപ്പോൾ ഓവറോൾ ഒരു ബഡ്ജറ്റ് ഫോണിന് ഒരു 20,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണാണിത്. അപ്പോൾ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഡിസൈനിൽ എനിക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല. നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ. അതേപോലെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ കുഴപ്പമില്ല. പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയംനെസ് ഒക്കെ നമുക്ക് തോന്നും. ഇനി നമുക്ക് ഡിസ്പ്ലേയിലോട്ട് വരാം. ഡിസ്പ്ലേ നമുക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു വിവിഡ് ഡിസ്പ്ലേ ആണ്. അതേപോലെ നമുക്ക് ബ്രൈറ്റ്നസ് ലെവൽസും നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ നമുക്ക് കണ്ടില്ലേ 60Hz അല്ലെങ്കിൽ മാക്സിമം 120Hz സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 120Hz ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. കണ്ടില്ലേ, വളരെ സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. പ്രത്യേകിച്ച് മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു സംശയമില്ല. പിന്നെ ഡിസ്പ്ലേൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനകത്ത് 1200 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. പിന്നെ ഐ കെയർ മോഡ് ഉണ്ട്, സൺലൈറ്റ് മോഡ് ഉണ്ട്, റീഡിംഗ് മോഡ് ഉണ്ട്. പിന്നെ DCI-P3 കളർ ഗാമറ്റ് 100% ആണ് ടിപ്പിക്കൽ വാല്യൂസ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്ലിംനെസ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ആസ്പെക്ട്. ജസ്റ്റ് 7.98 mm ഉള്ളൂ, 188 grams ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കണ്ടില്ലേ, നല്ലൊരു ഇൻഹാൻഡ് ഫീലും നല്ല ലൈറ്റ് വെയിറ്റ് ആസ്പെക്റ്റുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഈ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിൽ പോകുമ്പോൾ നമുക്കിവിടെ MIUI ആണ് കിട്ടുന്നത്. പക്ഷേ പ്രോബ്ലി ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആസ്പെക്ട് എന്താ വെച്ചാൽ ഇതിനകത്ത് Android 12 ഉള്ളൂ എന്നുള്ളതാണ്. Android 13 വരണമായിരുന്നു. ഓൾ സ്പെക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒക്ട-കോർ 2 GHz, ആൻഡ്രോയിഡ് എന്താ പറയുക 12 ആണ് വരുന്നത്. പിന്നെ റാം 6 GB റാം പ്ലസ് 2 GB എക്സ്പാൻഡബിൾ സ്റ്റോറേജ്, അതായത് വെർച്വൽ റാം ഉണ്ടെന്നും കൂടി നമുക്ക് പറയാം. പിന്നെ നമുക്ക് ബേസ് വേരിയൻറ്റിലാണെങ്കിലും ഹയർ വേരിയൻറ്റിലാണെങ്കിലും രണ്ടിലും 128 GB UFS 2.2 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റെഡ്മീൻ്റെ എല്ലാ ഫോണിലും വരുന്ന പോലെ തന്നെയാണ് MIUI ഇവിടെ വരുന്ന അഡീഷണൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ഗെയിം ടർബോ മോഡ്, വീഡിയോ ടൂൾ ബോക്സ്, സെക്കൻഡ് സ്പേസ്, ലൈറ്റ് മോഡ്, ഇങ്ങനെ അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ലോക്ക് സ്ക്രീൻ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലോട്ട് വേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തവണ കുറവാണ്. 1-2 ബ്ലോട്ട് വേസ് ഉണ്ട്. കണ്ടില്ലേ, ബബിൾ ഷൂട്ടർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഇൻസ്റ്റാൾഡ് ആണ്, സ്പോട്ടിഫൈ ഉണ്ട്, പിന്നെ സില്ലി എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, പ്രൈം വീഡിയോ ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്, കുറച്ചധികം ആപ്സ് ഉണ്ട്. എങ്കിലും കുറച്ച് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഇപ്പോഴും കുറച്ച് ആപ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്കിതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. ക്യാമറയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 48 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു അൾട്രാ വൈഡ് ഉണ്ട്, മാക്രോ സെൻസറും കൊടുത്തിട്ടുണ്ട്, HDR മോഡ് ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഫോട്ടോ മോഡ്, വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് നോക്കാം. വീഡിയോ റെക്കോർഡിംഗ് മാക്സിമം 1080p 30 FPS സപ്പോർട്ടുള്ളൂ, 60 FPS 4K ഇല്ല. അപ്പോൾ അത് ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ലിമിറ്റേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്നാപ്ഡ്രാഗൺ 4 Gen 1 ലിമിറ്റേഷൻ ആയിരിക്കും. പിന്നെ നൈറ്റ് മോഡ് ഉണ്ട്, അത് നല്ലതാണ്. 48 MP മോഡും ഉണ്ട്, AI വാട്ടർമാർക്ക്, അങ്ങനത്തെ ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു സെൽഫി ക്യാമറയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം Redmi Note 12 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്യാമറ സാമ്പിൾസ്? എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ തോന്നിയത്. ഡീറ്റെയിൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ വിശദമായി ക്യാമറയെക്കുറിച്ച് പറയാം. ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. കാരണം സ്നാപ്ഡ്രാഗൺ 4 Gen 1 ചിപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാണ്. സ്നാപ്ഡ്രാഗൺ 4 സീരീസ് ആണെങ്കിൽ നമ്മൾ വെറും 400 സീരീസ് ആയിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ഇത് കുറച്ചും കൂടെ പവർഫുൾ ആണ്. 400 സീരീസിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയ ഒരു ചിപ്പാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. എങ്കിലും 400 സീരീസ് ആണ്. അതായത് സ്നാപ്ഡ്രാഗൺ 4 Gen 1 400 സീരീസിൻ്റെ പുതിയ ചിപ്പാണ് 4 Gen 1 ചിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 4 GB റാമും 6 GB റാമുമാണ്. എനിക്ക് തോന്നുന്നു 4 GB-നേക്കാളും ബെറ്റർ ആയിരുന്നു 6 GB സ്റ്റാർട്ട് ചെയ്യുന്നത്. 6ഉം 8ഉം ആയിരുന്നു വേണ്ടത്. അത് എനിക്ക് പ്രോബ്ലി ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ബേസ് വേരിയൻറ്റ് 6 GB വേണമായിരുന്നു. പിന്നെ UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടാണ്, LPDDR4X റാമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ IP52 റേറ്റിംഗ് ഉണ്ട്, അതായത് സ്പ്ലാഷ് ആൻഡ് റസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്ട് പറയുന്നത്. ഇനി ബാറ്ററിനെ കുറിച്ച് പറയുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 33 വാട്ട് ചാർജറാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം സ്പീഡുള്ള ഒരു ചാർജറാണ്. 33 വാട്ട് എനിക്ക് തോന്നുന്നു പ്രോബ്ലി ഒരു 1.5 മണിക്കൂറിലൊക്കെ തീർക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. പ്രോബ്ലി ഒരു 1.5 അല്ലെങ്കിൽ 1 hour 15 minutes തീർക്കേണ്ടതാണ്. ഞാൻ എന്തായാലും ചെക്ക് ചെയ്തിട്ട് പറയാം എത്ര സമയം എടുക്കും. എങ്കിലും ഒരു അത്യാവശ്യം ബേസിക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ചാർജർ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു Redmi Note 12ൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ ഡിവൈസ് ആമസോണിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ me.com-ൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. രണ്ടിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 GB റാമിൻ്റെ 17,999. പിന്നെ വരുന്നത് 6 GB റാമാണ്, അതിന് 19,999. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ me.com-ൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ Redmi Note 12ൻ്റെ അൺബോക്സിംഗ് ഇഷ്ടപ്പെടുന്നവരിക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.